ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇംഗ്ലീഷ് ഗൈഡ് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറിയ കുട്ടികൾ എങ്ങനെ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നു, അതേ രീതിയിലൂടെ നമുക്ക് ഈ ചാനലിലൂടെ ഇംഗ്ലീഷ് നമുക്ക് പഠിച്ചു തുടങ്ങാം. നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത് വളരെ വ്യക്തമായി ക്ലാസ്സുകൾ കേട്ട് നിങ്ങൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുവാൻ വേണ്ടി നമ്മൾ ഒരു ഫ്രീ ആയിട്ടൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാം. നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നതെന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ട് നോക്കൂ. ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഞാൻ വീഡിയോ അവസാനിക്കുമ്പോൾ അതിൽ പറഞ്ഞു തരാം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹലോ, വെൽക്കം ന്യൂ സെഷൻ ഓഫ് ഇംഗ്ലീഷ് ഗൈഡ് വിത്ത് രാജു. നമ്മൾ ഇത്രയും ക്ലാസ്സുകളിൽ ഏതൊക്കെയാണ് സെന്റൻസ് സ്ട്രക്ചറിങ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. എന്നാൽ ഇനി മുതൽ നമ്മൾ WH ക്വസ്റ്റ്യൻസ്, ഹൗ, അതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യാന്നുള്ളതും അതെവിടെയൊക്കെയാണ് യൂസ് ചെയ്യാന്നുള്ളതുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ കാര്യം നമ്മൾ പലപ്പോഴും നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന ഒരൊറ്റ കാര്യമാണ് വാട്ട് ഇസ് ദിസ്. വാട്ട് ഇസ് ദിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതെന്താണ്, ഇത് എന്താണ്? അപ്പോ അതിന്റെ ആൻസർ എങ്ങനെ പറയാം? ദിസ് ഇസ് എ ബുക്ക്. ദിസ് ഇസ് എ ബുക്ക്. ഇതൊരു ബുക്കാണ്. ഇതൊരു ബുക്കാണ്. ഇനി വേറെ ഒരു WH ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദേ. വാട്ട് ആർ ദേ, അതെന്താ ഉദ്ദേശിക്കുന്നത്? അത് എന്താണ്? അപ്പൊ നിങ്ങൾക്ക് എന്റെ ആൻസർ കൊടുക്കാം. ദേ ആർ ബുക്ക്. ദേ ആർ ബുക്ക്. അതെന്താണ്? ബുക്സ് ആണ്. ഇനിയിപ്പം വാട്ട് ആർ ദേ എന്ന് ചോദിച്ചാൽ ദേ ആർ ബിസ്ക്കറ്റ്, ദേ ആർ കപ്പ് കേക്ക്, അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് മാറ്റി കൊടുക്കാം. ഇനി ഹൂ ഇസ് ഹി. ഹൂ ഇസ് ഹി, അവൻ ആരാണ്? ഹൂ ഇസ് ഹി, അവൻ ആരാണ്? അപ്പൊ അതിന് ആൻസർ എന്തായിട്ട് പറയാം? ഇത് ഹി ഇസ് മൈ അങ്കിൾ. ഹി ഇസ് മൈ അങ്കിൾ എന്ന് വെച്ചാൽ അത് എന്റെ അങ്കിളാണ്. അത് എന്റെ അങ്കിളാണ്. ഹൂ ആർ ദേ. ഹൂ ആർ ദേ, അവർ ആരാണ്? അവർ ആരാണ്? അപ്പൊ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ പറയാം. നിങ്ങളിപ്പം നിങ്ങളുടെ ഒരു ഫ്രണ്ട്സിനോടാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാം? ദേ ആർ മൈ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ദേ ആർ മൈ റിലേറ്റീവ്സ്. ദേ ആർ മൈ ഫ്രണ്ട്സ്, അവർ എന്റെ സുഹൃത്തുക്കളാണ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനോട് പറയാണ് ദേ ആർ മൈ റിലേറ്റീവ്. റിലേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ കുടുംബക്കാര്. ഓക്കെ, ഇനി ഹൂ ആർ യു, നിങ്ങൾ ആരാണ്? അത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും അല്ലെ. ഹൂ ആർ യു, ഇതൊക്കെ പറയാൻ നിങ്ങൾ ആര്, അല്ലെങ്കിൽ നിങ്ങൾ ആരാണ്? സോ എന്ത് ചോദിക്കും? ഹൂ ആർ യു. അതിന് ആൻസർ എന്തായിട്ട് പറയാം? ഐ എം രാജി. ഐ എം രാജി, അതല്ലെങ്കിൽ ഐ എം നമിത. ഏത് ആൻസർ എന്ത് രീതിയിൽ വേണമെങ്കിൽ ആരാണ് എന്നുള്ളതിന്റെ ആൻസർ നമുക്ക് കൊടുക്കും. ഇനി അടുത്തതാണ് വേർ. വേറിന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ എവിടെ എന്നാണ്. എവിടെ. അപ്പോ വേർ ഇസ് ഹർ ഹൗസ്. വേർ ഇസ് ഹർ ഹൗസ്, അവളുടെ വീട് എവിടെയാണ്? അവളുടെ വീട് എവിടെയാണ്? ഇനി നമ്മൾ വേർ ഇസ് ഹർ ഹൗസ് എന്ന് ചോദിച്ചു. അപ്പോൾ അവളുടെ വീട് കേരളത്തിലാണ്, അല്ലെങ്കിൽ അവളുടെ വീട് കൊച്ചിയിലാണ്, അല്ലെങ്കിൽ അവളുടെ വീട് ബാംഗ്ലൂരാണ്. എങ്ങനെ പറയാം? ഹർ ഹൗസ് ഇസ് ഇൻ കേരള. ഹർ ഹൗസ് ഇസ് ഇൻ കേരള, അങ്ങനെ പറയാം. അല്ലെങ്കിൽ ഹർ ഹൗസ് ഇസ് ഇൻ കൊച്ചി, അതും അല്ലെങ്കിൽ ഹർ ഹൗസ് ഇസ് ഇൻ ട്രിവാൻഡ്രം, അങ്ങനെ പറയാം. ഇനി അവരെവിടെ പോയി എന്ന് നമ്മൾ ചോദിക്കില്ല അല്ലെ. അവരെവിടെ പോയി എല്ലാവരും? സോ വേർ ആർ ദേ. വേർ ആർ ദേ, അവർ എവിടെയാണ്? അവരെവിടെ പോയി അല്ലെങ്കിൽ എവിടെയാണെന്നാണ് ഈ വേർ ആർ ദേയുടെ അർത്ഥം. സോ നമുക്ക് എന്ത് ആൻസർ പറയാം? ദേ ആർ ഇൻ ദ ക്ലാസ് റൂം. ദേ ആർ ഇൻ ദ ക്ലാസ് റൂം, അവരെവിടെയുള്ളത്? അവര് ക്ലാസ് റൂമിലാണുള്ളത്. ഇനി അടുത്തതെന്ന് പറയുന്നത് വൈ ആണ്. വൈ എന്നുള്ളതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, അതെന്താണ് കാരണം, അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വൈ യൂസ് ചെയ്യുന്നത്. വൈ ഇസ് ഷീ ലേറ്റ്. വൈ ഇസ് ഷീ ലേറ്റ്, അവൾ എന്തുകൊണ്ടാണ് വൈകിയത്? എനി റീസൺസ്. മേ ബി ഹർ vehicle had a breakdown, or maybe she was ready but she cannot come early. അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. സോ why is she late എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേ ബി she missed her vehicle, അല്ലെങ്കിൽ she missed her bus, അങ്ങനെയും പറയാം അല്ലെ. ഇനി വേറെ ഒരാളെ കരയുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചോദിക്കേണ്ടത്? why are you crying. why are you crying എന്നുള്ളത് അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ നീ എന്തിനാണ് കരയുന്നത്. ഇതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ട്രെയിനേഴ്സ് നമുക്ക് ഒരുപാടുണ്ട്. ഏത് ട്രെയിനേഴ്സ് ആണോ നിങ്ങൾക്ക് വേണ്ടത് അവരെ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് ഇംഗ്ലീഷ് പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്റ്റീവ് ആകാം. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.